ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ് ബി.ജെ.പിയിൽ ചേർന്നായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ചാനലുകളിൽ CPIM-നായി വാദിച്ച റജിയെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ചാണ് സ്വീകരിച്ചത്. ദ്രവിച്ച ആശയങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ഇനി ബി.ജെ.പിയുടെ ശബ്ദമായി മാറുമെന്നും റജി ലൂക്കോസ് പറഞ്ഞു. എന്നാൽ റജിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് CPIM-ന്റെ പ്രതികരണം. CPIM-നായി ചാനലുകളിൽ ശക്തിയുദ്ധം വാദിച്ചിരുന്ന റജി ലൂക്കോസ് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നു. തിരുവനന്തപുരം മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റജിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. പെട്ടെന്നുള്ള കൂറുമാറ്റത്തിന് റജി ലൂക്കോസിന് പറയാൻ ന്യായീകരണങ്ങൾ ഏറെയുണ്ട്. ദ്രവിച്ച ആശയങ്ങൾക്കിനി പ്രസക്തിയില്ല. ഇനി വികസനത്തിനൊപ്പം ബി.ജെ.പിയുടെ ശബ്ദമായുണ്ടാകും. കഴിഞ്ഞ കുറച്ചു നാളുകളായി CPIM വർഗീയ വിഭജനത്തിനായി നടത്തുന്ന ആശയ വ്യതിയാനം ഏറെ വേദനിപ്പിച്ചെന്നും റജി. കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു. ഞാൻ എൻ്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു. ഞാൻ പാർട്ടി മെമ്പറാണ്. കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട്. ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ റജി ലൂക്കോസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാണ് CPIM പ്രതിരോധം. ഇടതുപക്ഷ സഹയാത്രികൻ വലതുപക്ഷ സഹയാത്രികൻ എന്നത് ആർക്കും അവകാശപ്പെടാവുന്ന കാര്യമാണ്. പുറത്താക്കേണ്ട ആവശ്യമേ ഇല്ല. അകത്തില്ലല്ലോ, പിന്നെ എങ്ങനെ പുറത്താക്കുക? അകത്തുള്ള ആളിനല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ. AKG സെന്ററിൽ നിന്നും ചുമതലപ്പെട്ട സഹാക്കളുടെ പട്ടികയിൽ റജി ലൂക്കോസ് ഇല്ല. സഹയാത്രികർ പലരുമുണ്ടാകുമെന്നും റജി പാർട്ടി അംഗമല്ലെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിലെ മെമ്പറോ ഒന്നും അല്ലല്ലോ ഈ റജി ലൂക്കോസ് എന്ന് പറയുന്നയാള്. പാർട്ടിയുടെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയോ പേർ അനുകൂലിക്കുന്നു, പ്രതികരിക്കുന്നു. അനുകൂലിക്കുന്നവർ തന്നെ പ്രതികൂലിച്ച് പിന്നെ വേറെ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടല്ലോ. അത് ആ രൂപത്തിൽ കണ്ടുണ്ടാകും. വർഗീയത ചെറുക്കാൻ എന്ന പേരിൽ വർഗീയ കൂടാരത്തിലേക്ക് ചേക്കേറുകയാണ് റജി ചെയ്തതെന്ന് മന്ത്രി VN വാസവൻ. വർഗീയ ചേരികളെ എതിർക്കാൻ സെക്യുലറായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും വലിയ വർഗീയതയോടുകൂടെ കൂടിയേക്കാം എന്ന് വിചാരിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് രാജ്യത്ത് തത്വത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പാർട്ടി BJPയും RSSുമാണ്. അത് ഒരു സെക്യുലർ വീക്ഷണമുള്ള ഒരാൾക്ക് അത് നടപ്പാക്കാൻ വേണ്ടി ഒരു പാർട്ടിയിൽ ചേരുന്ന പറയുമ്പോൾ അത്തരൊരു പാർട്ടിയിൽ ചേരുമ്പോൾ അതിൻ്റെ യുക്തി എത്രയായാലും നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഔചിത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആരെ വേണമെങ്കിലും ഇടത് സഹയാത്രികൻ എന്ന് പേരിട്ട് വിളിക്കാമല്ലോ എന്നായിരുന്നു മന്ത്രി P. രാജീവിന്റെ പ്രതികരണം. അത് ഞങ്ങളാരും പോകാത്തപ്പോൾ നിങ്ങൾ സഹയാത്രികൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വിളിക്കുന്നുണ്ട്? ഞങ്ങൾ ചില ചർച്ചയിൽ ഞങ്ങൾ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ റജി ലൂക്കോസിന്റെ കൂറുമാറ്റം രാഷ്ട്രീയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.